അടിപൊളിയായിട്ട് നല്ല കറുപ്പിച്ച് വരട്ടിയ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ 4 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിന് മുമ്പ് നമ്മൾ കുക്കറിൽ കുറച്ച് ചിക്കൻ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിസിൽ വേവിച്ച് പക്ഷേ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ച സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയിൽ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയൊക്കെ പാനിൽ ഇതുപോലെ ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് ഉള്ളി ഇതവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കിയതിൽ ചെറിയുള്ളിയും എണ്ണ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ട് ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികളും അതുപോലെ തന്നെ സവാളയും കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ ചിക്കൻ ഒന്ന് വെന്തിട്ട് നമ്മൾ പെരിഞ്ചീരകം ഇട്ടല്ലോ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് മല്ലിയിലയും കൂടി തൂക്കി കൊടുത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് നമ്മൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി വരട്ടിയെടുത്ത് നല്ല അടിപൊളി ചിക്കനാണ് ഇത്. നിങ്ങൾക്ക് ചിക്കൻ വരട്ടിയത് എന്നോ ചിക്കൻ പെരട്ടെന്നോ വിളിക്കാം. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ പൊറാട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏത് പലഹാരത്തിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.